ഹലോ എവ്രി വൺ. ഇന്ന് നമുക്ക് അസസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അസസ്മെൻറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ് സെക്ഷൻ 8 അസസ്മെൻറ്റ് വരുന്നത്. അസസ്മെൻറ്റിൻ്റെ സെക്ഷൻ ഏതായിരുന്നു? സെക്ഷൻ 2 സബ് സെക്ഷൻ 8. മറന്നു പോകരുത്. അസസ്മെൻറ്റിൻ്റെ സെക്ഷൻ 2 സബ് സെക്ഷൻ 8. നമുക്ക് അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ നോക്കാം. ഇൻ സിമ്പിൾ ടേംസ്, അസസ്മെൻറ്റ് ഈസ് ദ പ്രോസസ് യൂസ്ഡ് ബൈ ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടു ഡിറ്റർമൈൻ ഹൗ മച്ച് ഇൻകം എ പേഴ്സൺ ഓർ അസസി ഹാസ് ഏൺഡ് ആൻഡ് ഹൗ മച്ച് ടാക്സ് ദേ മസ്റ്റ് പേ. എന്താ പറഞ്ഞിരിക്കുന്നത്? അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണെന്ന് പറയുന്നുണ്ട്. അസസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു പ്രോസസ്സാണ്. അതെന്തിനാണ് യൂസ് ചെയ്തേക്കുന്നത്? അത് യൂസ് ചെയ്യുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എത്ര ഇൻകം ഒരു അസസി ഏൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഏൺ ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് എത്ര ടാക്സ് അവർ പേ ചെയ്യണം, അത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസസ്മെൻ്റ് എന്ന പ്രോസസ്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അസസ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ഷൻ വരുന്നത് അസസ്മെൻറ്റ് സെക്ഷൻ 2 സബ് സെക്ഷൻ 8. ഇനി അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അസസിയുടെ ഇൻകം അവർ എത്രയാണ് ഏൺ ചെയ്തതെന്ന് മനസ്സിലാക്കാനും ആ ഇൻകത്തിൽ നിന്ന് ഇൻകം ടാക്സ് അവരെത്ര പേ ചെയ്യുന്നുണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യാനുമാണ്. നമുക്ക് ജസ്റ്റ് മീനിങ് ഓഫ് അസസ്മെൻറ്റ് നോക്കാം. അസസ്മെൻറ്റ് റെഫേഴ്സ് ടു ദ ഒഫീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ആൻ അസസീസ് ഇൻകം ബൈ ടാക്സ് അതോറിറ്റീസ്. ബേസ്ഡ് ഓൺ ദിസ് ഇവാലുവേഷൻ, the tax liability amounts of tax to be paid is calculated. So it is not just filing a return, it is the final checking and confirmation of income tax. എന്താ പറഞ്ഞിരിക്കുന്നത്? അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അസസിയുടെ ഇൻകത്തെ പറ്റി ടാക്സ് അതോറിറ്റീസിൻ്റെ ഒഫീഷ്യൽ ഇവാലുവേഷനെയാണ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ ഇവാലുവേഷൻ്റെ ബേസിസിൽ എത്രയാണ് ടാക്സ് ലയബിലിറ്റി എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുമ്പം ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഇൻകത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വെൽത്തിൻ്റെ ബേസിസിൽ എത്രയാണ് ടാക്സ് ലയബിലിറ്റി കൊടുക്കേണ്ടതെന്ന്, എത്രയാണ് ടാക്സ് ലയബിലിറ്റി അയാളുടെ മേലിലുള്ളതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? അസസ്മെൻറ്റ് റെഫേഴ്സ് ടു ദ ഒഫീഷ്യൽ ഇവാലുവേഷൻ. ഇതൊരു ഒഫീഷ്യൽ പ്രോസസ്സാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതെന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു അസസിയുടെ ഇൻകം, ആ അസസിയുടെ ഇൻകത്തിൻ്റെ ബേസിസിൽ എത്ര അവർ ടാക്സ് പേ ചെയ്യുന്നുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യലാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. വേറൊരു കാര്യം പറയുന്നത് എന്താ? ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫയലിംഗ് ഓഫ് റിട്ടേൺ അല്ല. അതായത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനെ അല്ല എന്താ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതും അടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, എന്താണ്, ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻകം അല്ലെങ്കിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫൈനൽ ചെക്കിങ് അല്ലെങ്കിൽ കൺഫർമേഷനായിട്ട് പറയാൻ പറ്റും അസസ്മെൻ്റ് എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഒരു അസസിയുടെ ഇൻകത്തിൽ ഒരു ഒഫീഷ്യൽ ഇവാലുവേഷൻ എന്ന് പറയാം. ഒരു അസസിയുടെ ഇൻകം ഒരു ഒഫീഷ്യലായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ആ അസസി എത്ര ടാക്സ് പേ ചെയ്യണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഉൾപ്പെടാത്തത് എന്താണ്? ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമല്ല അസസ്മെൻ്റ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു വ്യക്തിയുടെ ഇൻകം അല്ലെങ്കിൽ അയാൾ ഭാവിയിൽ പേ ചെയ്യാനുള്ള ടാക്സ്, അതിൻ്റെ ഫൈനൽ കൺഫർമേഷൻ അല്ലെങ്കിൽ ചെക്കിംഗ് ആണ് അസസ്മെൻ്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. നമുക്കിനി ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്
നോക്കാം. ഏതൊക്കെ ടൈപ്പാണ് അസസ്മെൻ്റ് ഉള്ളത്. ഒന്നാമത്തെയാണ് നോർമൽ അസസ്മെൻറ്റ്. നോർമൽ അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ റെഗുലർ പ്രോസസ് വെയർ, ഇതൊരു റെഗുലർ പ്രോസസ്സാണ്. ദ അസസീസ് ഫയൽസ് ആൻഡ് ഇൻകം ടാക്സ് റിട്ടേൺ. ദ അസസി ഫയൽസ് ആൻഡ് ഇൻകം ടാക്സ് റിട്ടേൺ. ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വെരിഫൈസ് ഇറ്റ്സ് ഇൻകം ആൻഡ് ടാക്സ് ആർ കമ്പ്യൂട്ടഡ് അക്കോർഡിംഗ്ലി. എന്താ പറഞ്ഞിരിക്കുന്നത്? നോർമൽ അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതൊരു റെഗുലർ പ്രോസസ്സാണെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നോർമൽ അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ റെഗുലർ അസസ്മെൻറ്റ് പ്രോസസ്സാണ്. ഇനി റെഗുലർ അസസ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അസസി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നു, എന്നിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അത് വെരിഫൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇൻകം ആൻഡ് ടാക്സ് ആർ കമ്പ്യൂട്ടഡ് അക്കോർഡിംഗ്ലി. ഇതാണ് നോർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു അസസി അവരുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം അവരുടെ ഇൻകം വെൽത്തിൻ്റെ ഒക്കെ ബേസിസിലായിരിക്കും ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അങ്ങനെ ഫയൽ ചെയ്തതിന് ശേഷം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ചെയ്യുന്നത്? ആ ഒരു റിട്ടേൺ വെരിഫൈ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു വ്യക്തിയുടെ ഇൻകവും ടാക്സും ഒക്കെ കമ്പ്യൂട്ടഡ് ആവുന്നു. അതാണ് നോർമൽ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ. യു ഫയൽ യുവർ റിട്ടേൺ ഷോയിങ് ₹5 lakh ഇൻകം. ദ ഡിപ്പാർട്ട്മെൻറ്റ് അക്സെപ്റ്റ്സ് ഓർ വെരിഫൈസ് ഇറ്റ്. ടാക്സ് ഇസ് കാൽക്കുലേറ്റഡ്. ദിസ് ഇസ് നോർമൽ അസസ്മെൻറ്റ്. അതായത് നിങ്ങൾക്ക് ഒരു ₹5 lakh ഇൻകം ഉണ്ടെന്ന് വെച്ചോ. ആ ഇൻകത്തിൻ്റെ ബേസിസിൽ ആ ഒരു വ്യക്തി റിട്ടേൺ ഫയൽ ചെയ്യുന്നു, എന്നിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അത് വെരിഫൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് നോർമൽ പ്രോസസ്സാണ്, നോർമൽ അസസ്മെൻ്റ് ആണെന്ന് പറയാം. എന്തൊക്കെയാണ് സംഭവിച്ചത്? ഒരു ₹5 lakh ഇൻകം ഉള്ള വ്യക്തി അയാളുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആ ഒരു റിട്ടേൺ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആ ഒരു വ്യക്തി എത്രയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത്രയുമാണ് നോർമൽ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ടാക്സിൻ്റെ കാൽക്കുലേഷൻ വരെയുള്ള പ്രോസസ്സാണ് അസസ്മെൻറ്റ് വരുന്നത്. പേയ്മെൻറ്റ് അസസ്മെൻറ്റ് വരുന്നില്ല. എന്താ? ഫസ്റ്റ് പാർട്ട് ഓഫ് അസസ്മെൻറ്റ് നമ്മൾ പഠിച്ചു നോർമൽ അസസ്മെൻറ്റ്. നോർമൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇതൊരു റെഗുലർ പ്രോസസ്സാണ്. ഇതിൽ അസസി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നു. ലേറ്റ് എന്താ ചെയ്യുന്നത്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വെരിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ആര് അക്സെപ്റ്റ് ചെയ്യുന്നു? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇൻകം ആൻഡ് ടാക്സ് ആർ കമ്പ്യൂട്ടഡ് അക്കോർഡിംഗ്ലി. അതിനുശേഷം ഇൻകം അല്ലെങ്കിൽ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇത്രയാണ് നോർമൽ അസസ്മെൻറ്റിൻ്റെ നോർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് അസസ്മെൻ്റ് ആണ് റീ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. റീ അസസ്മെൻറ്റ് ഹാപ്പൻസ് വെൻ ഇൻകം ഹാസ് എസ്കേപ്ഡ് അസസ്മെൻറ്റ്, not taxed earlier, or some income was under-reported or missed. In such cases, the department reopens the case and reassess the income. Example, if you forget to report ₹1 lakh income earlier, the department can reassess and include it. റീഅസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും ഒരു ഇൻകം അസസ്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഫസ്റ്റ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പം ഉൾപ്പെടുത്താത്ത ഏതെങ്കിലും ഇൻകം, ആ ഇൻകം എസ്കേപ്ഡ് ഇൻകം ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻകം അണ്ടർ റിപ്പോർട്ടഡ് ആണെങ്കിൽ, അതായത് 5 lakh ഇൻകം ഉള്ളിടത്ത് 4 lakho 5 lakhൻ്റെ താഴെ ഏത് എമൗണ്ട് ആണെങ്കിലും ആ ഒരു ഇൻകം അണ്ടർ റിപ്പോർട്ടഡ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ മിസ്ഡ് ആണെന്ന് പറയാം. അതായത് നമ്മൾ ആ ഒരു ഇൻകം ഉൾപ്പെടുത്താനായിട്ട് വിട്ടുപോകുന്നു. ഈ 3 കേസസിലാണ് റീഅസസ്മെൻ്റ് എന്ന് പറയുന്ന കാര്യം നടക്കുന്നത്. ഇങ്ങനെയുള്ള കേസുകളിൽ, അതായത് ഏതെങ്കിലും ഒരു ഇൻകം എസ്കേപ്പ് ആവുകയോ അണ്ടർ റിപ്പോർട്ട് ആവുകയോ മിസ്ഡ് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു കേസ് റീ ഓപ്പൺ ചെയ്യും. അതായത് നമ്മുടെ ആ കേസ്, അതായത് നമ്മൾ ഇൻകം അണ്ടർ റിപ്പോർട്ട് ചെയ്ത, അല്ലെങ്കിൽ ഇൻകം മിസ് ചെയ്ത, അല്ലെങ്കിൽ ഇൻകം എസ്കേപ്ഡ് ആയിട്ടുള്ള നമ്മൾ ഫയൽ ചെയ്ത ഇൻകം ടാക്സ് റിട്ടേൺ
ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റീഓപ്പൺ ചെയ്യുകയും അസസ് ചെയ്യുകയും ചെയ്യും. അതിനെയാണ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അസസ്മെൻ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്തായിരുന്നു? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നു, ടാക്സ് എത്ര പേ ചെയ്യാനുണ്ടെന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അസസ് ചെയ്യുന്നു. ഈ ഒരു നോർമൽ പ്രോസസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അസസ്മെൻറ്റ് നടക്കുന്നത്. അസസ്മെൻറ്റ് എപ്പോഴാണ് നടക്കുന്നത്? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത അസസ്സയുടെ ഇൻകത്തിലെ ഏതെങ്കിലും ഒരു ഇൻകം എസ്കേപ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അണ്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഇൻകം ഏതെങ്കിലും കാരണത്താൽ ഇൻകം ടാക്സ് റിട്ടേണിൽ ഉൾപ്പെടുത്താൻ പറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കേസസിലെല്ലാം എന്താണ് ചെയ്യുന്നത്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഫയൽ ചെയ്ത ഇൻകം ടാക്സ് റിട്ടേൺ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യും. അതിൻ്റെ എക്സാമ്പിൾ നോക്കി. ഇഫ് യു ഫോർഗെറ്റ് ടു റിപ്പോർട്ട് ₹1 lakh ഇൻകം ഇയർലിയർ, ദ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ അസസ് ആൻഡ് ഇൻക്ലൂഡ് ഇറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം നിങ്ങൾ ഒരു 1 lakhൻ്റെ ഇൻകം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് ചെയ്യാം? ക്യാൻ അസസ് ചെയ്തിട്ട് ആ ഒരു ഇൻകം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അസസ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായില്ല. അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുവാണെങ്കിൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പം ഉൾപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അത് ഓപ്പൺ ചെയ്യാനും ആ ഒരു ഇൻകം പിന്നീട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടും സാധിക്കും. ഇതിനെയാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം പർപ്പസ് ഓഫ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റിൻ്റെ പർപ്പസ് എന്താണ്? അസസ്മെൻറ്റ് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നോക്കിയേ. ടു എൻഷുർ കറക്റ്റ് റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻകത്തിൻ്റെ റിപ്പോർട്ടിംഗ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താനായിട്ട്. ടു കാൽക്കുലേറ്റ് ആക്യുറേറ്റ് ടാക്സ് ലയബിലിറ്റി. ആക്യുറേറ്റ് ആയിട്ടുള്ള ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ടു പ്രിവെൻറ്റ് ടാക്സ് ഇവേഷൻ. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സ് വെട്ടിപ്പ്. അതായത് ഏതെങ്കിലും ഒരു ഇൻകം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് വിട്ടുപോവുകയോ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ വിട്ടുപോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് ഇവേഷനാണ് നടക്കുന്നത്. അതൊന്നും നടക്കാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അസസ്മെൻറ്റ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഇൻകം കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാനായിട്ട്. അതായത് ഒരു വ്യക്തിക്ക് 5 lakhs ഇൻകം ഉള്ള ഒരു വ്യക്തി ആ ഒരു 5 lakhs തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ 5 lakhs തന്നെ ഇൻകമായിട്ട് കാണിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താനാണ് അസസ്മെൻറ്റ് നടത്തുന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആക്യുറേറ്റ് ആയിട്ട് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഒരു എറർസ് സംഭവിക്കാതെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്ന കാര്യമാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു എററും സംഭവിക്കാതെ ആക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വേണം അസസ്മെൻറ്റ് നടക്കുന്നത്. പിന്നെ ടാക്സ് ഇവേഷൻ, അതായത് എന്തെങ്കിലും കള്ളത്തരമൊക്കെ കാണിച്ച് ടാക്സ് ഇവേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. നമുക്ക് സമ്മറി നോക്കാം. അസസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ഇൻകം ഫ്രം കാൽക്കുലേറ്റിംഗ് ടാക്സ്. എന്തൊക്കെയാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്? പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ഇൻകം ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സ് പ്ലസ് കാൽക്കുലേഷൻ ഓഫ് ടാക്സ് പേയബിൾ ആണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്താണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്? ഇൻകം എത്രയാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നു, ശേഷം അതിനുള്ള ടാക്സ് എത്രയാണ് പേയബിൾ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതാണ് ചുരുക്കി പറഞ്ഞ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നതായിരുന്നു? ഇൻകം എത്രയാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നു, അതൊരു പ്രോസസ്സാണ്. അതായത് പല സോഴ്സിൽ നിന്നുള്ള ഇൻകം ഉണ്ടാവും അല്ലേ? പല സോഴ്സിൽ നിന്നുള്ള ഇൻകം എല്ലാം ഒന്നിച്ചു കൂട്ടി എത്രയാണ് ടോട്ടൽ ഇൻകം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നു. ശേഷം എന്താ ചെയ്യുന്നത്? ആ ഇൻകത്തിൽ എത്ര ടാക്സാണ് പേയബിൾ ഉള്ളതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത്രയുമാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉള്ളത്.